ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി ആയാലോ. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, തക്കാളി എന്നിവയിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരഞ്ഞു വരണം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ സവാള, പച്ചമുളക്, തക്കാളി എന്നിവ അരച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. വഴറ്റി ഈ തക്കാളി, സവാളയൊക്കെ എണ്ണയിൽ നിന്ന് നന്നായി മൂത്ത് വരണം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുക. ഇതിൽ സവാളയോ തക്കാളിയോ അരിഞ്ഞിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണമെന്നില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കൂട്ടും ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരികയും ചെയ്യും. നല്ല സൂപ്പറായിരിക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ഈ ഇട്ട പൊടികളുടെ പച്ച ചുവ മാറി ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വരുന്ന രീതിയിൽ നന്നായി വീണ്ടും വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. ഉപ്പ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം സവാള, പച്ചമുളക്, തക്കാളി എന്നിവ അരച്ച ആ ജാറിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം നന്നായി തിളച്ച് ഈ കൂട്ടൊന്ന് വറ്റി വരാൻ വേണ്ടി വെക്കുകയാണ്. ഇവിടെ നന്നായി തിളച്ച് കൂട്ടെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇവിടെ മലബാർ മല്ലി, ഇത് മലബാർ മല്ലി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മല്ലിയിലേക്ക് എന്താണ് പേര് പറയുന്നത് അതൊന്ന് കമൻറ്റായി ഇടുക. അതും കൂടെ ആഡ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വച്ചിരിക്കുന്ന ബീഫ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് ഈ കൂട്ടെല്ലാം ഈ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 7 വിസിൽ വരുന്നവരെ ഞാനിത് വേവിക്കുകയാണ്. വേവിച്ച് വിസിലെല്ലാം പുറത്ത് പോയി ഇവിടെ കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല ഗ്രേവിയോട് കൂടിയ ബീഫ് കറി ഇവിടെ തയ്യാറാണ്. ഈ ബീഫ് കറി അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പായി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ ഉപ്പെല്ലാം നോക്കി, ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ബീഫ് നന്നായി വെന്ത് നല്ല സ്പോഞ്ചി ആയിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് ബീഫ് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.